ഒരു സംസാരശേഷി ഉണ്ടായിട്ടും അല്ല എന്ന് അഭിനയിക്കുന്ന ഒരാളുടെ ഒരു സ്റ്റോറി ഉണ്ടാകാൻ തുടങ്ങി അവിടെ. അപ്പോൾ ഞങ്ങൾ ആദ്യം അതിന് പ്ലാൻ ചെയ്ത് ഒരാളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു, അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നു. അതിൻ്റെ ഉടമസ്ഥയാണ് ആ പെൺകുട്ടി. ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അത് കണ്ടപ്പോൾ ഇവന് ഈ കുട്ടിയോടൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നി. അപ്പോൾ ഇവൻ ആ കുട്ടിയുടെ അടുത്ത് ഓരോന്നിൻ്റെ വില ചോദിച്ചത് ഇവനും സംസാരശേഷി ഇല്ലാത്ത പോലെ ആക്ട് ചെയ്തു. അതെന്തിനാന്ന് വെച്ചാൽ അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവൾക്ക് മനസ്സിലായി എന്നെപ്പോലെ ഒരാളാണ് ഇയാൾ. അങ്ങനെ ആ ബന്ധം വീണ്ടും വീണ്ടും തുടർന്ന് കാണുന്ന ഒരു ലവ് സ്റ്റോറിയിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പഞ്ചാബി ഹൗസിൻ്റെ ആരംഭം. പക്ഷെ അതൊന്നും അല്ലാത്ത ഒരവസ്ഥയിലേക്ക് പിന്നീട് അത് ഡിസ്കസ് ചെയ്ത് ഇംപ്രവൈസ് ചെയ്ത് എഴുതിയാണ് ഇന്ന് നമ്മൾ കണ്ട പഞ്ചാബി ഹൗസ് ഉണ്ടായത്.